So hello guys, welcome to our channel. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് സെക്ഷനിലായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാം. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് ആണ്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിനെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ടേംസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫീനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റാണ് ഫോട്ടോഗ്രാഫി മാസ്റ്റർ ക്ലാസ്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഷട്ടർ സ്പീഡിനെ പറ്റിയാണ്. നമ്മൾ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഷട്ടർ സ്പീഡ്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ എന്തിനാണ് ഷട്ടർ സ്പീഡ്, എങ്ങനെയാണ് നമ്മുടെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ എടുക്കുന്ന ഇമേജസിനെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഷട്ടർ സ്പീഡ് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുക, അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഷട്ടർ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷട്ടർ സ്പീഡ് എന്നാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു ശബ്ദം കേൾക്കാറുണ്ട്. ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഷട്ടർ തുറന്നടയുന്ന ഒരു ശബ്ദമാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഷട്ടർ തുറക്കുന്നു, ലൈറ്റ് നമ്മുടെ സെൻസറിലോട്ട് എത്തുന്നു, എന്നിട്ട് നമ്മുടെ ഷട്ടർ അടയുന്നു. അങ്ങനെയാണ് ഒരു ഫോട്ടോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഷട്ടർ തുറന്നിട്ട് അടയാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയത്തിനാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് ഷട്ടർ സ്പീഡ് നമ്മുടെ ഇമേജസിനെ ബാധിക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ വരുന്ന മോഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും നമുക്ക് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഷട്ടർ സ്പീഡ് നമ്മൾ എടുക്കുന്ന ഒരു ഇമേജിനെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോയിൽ വരുന്ന ലൈറ്റിന് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ DSLR ക്യാമറ ആയാലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലായാലും നമുക്ക് മാനുവൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു വാല്യൂ കാണിച്ചിട്ടുണ്ടാവുക 1/100, 1/200, 1/2000 അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ഷട്ടർ സ്പീഡ് വാല്യൂ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മളൊരു കുറഞ്ഞ ഷട്ടർ സ്പീഡ് വാല്യൂവിൽ, അതായത് 1/50, 1/60, 1/100 അങ്ങനെ ഒരു കുറഞ്ഞ ഷട്ടർ സ്പീഡ് വാല്യൂവിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഷട്ടർ തുറന്നടയാനായിട്ടുള്ള സമയം കൂടും. ഓക്കെ, നമ്മുടെ വാല്യൂ കുറയുമ്പോൾ നമ്മുടെ ഷട്ടർ തുറന്നടയാനുള്ള സമയം കൂടും. കൂടുതൽ സമയം ഷട്ടർ തുറക്കുമ്പോൾ കൂടുതൽ ലൈറ്റ് നമ്മുടെ സെൻസറിലോട്ട് വരും. അങ്ങനെയാണ് നമുക്ക് ഷട്ടർ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ ഷട്ടർ സ്പീഡിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ, അതായത് ഒരു 1/500, 1/1000, 1/2000 ഇങ്ങനെ നമ്മൾ ആ ഒരു ഷട്ടർ സ്പീഡ് വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ നമ്മുടെ ഷട്ടർ തുറന്നടയാനുള്ള സമയം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഷട്ടർ സ്പീഡ് വാല്യൂ കൂടുമ്പോൾ ഷട്ടർ തുറന്നടയാനുള്ള സമയം കുറയുന്നു. അപ്പോൾ ഷട്ടർ തുറന്നടയാനായിട്ടുള്ള സമയം കുറയുമ്പോൾ വളരെ ചെറിയൊരു സമയം കൊണ്ടാണ് ലൈറ്റ് നമ്മുടെ ഷട്ടറിലൂടെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻസറിലോട്ട് എത്തുന്ന ലൈറ്റിൻ്റെ എമൗണ്ടും കുറവായിരിക്കും. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിലെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസിലെ ബ്രൈറ്റ്നസ് നമ്മൾ കൺട്രോൾ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷട്ടർ സ്പീഡ് നമ്മൾ എടുക്കുന്ന ഫോട്ടോയിലെ മോഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മൾ ലോവർ ഷട്ടർ സ്പീഡ് വാല്യൂവിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ, അതായത് 1/50, 1/30 എന്നിങ്ങനെ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ സെൻസർ ലൈറ്റിനായിട്ട് കൂടുതൽ സമയം എക്സ്പോസ്ഡ് ആണ്. അതായത് ഷട്ടർ തുറന്ന് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷമാണ് ഷട്ടർ അടയുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മുടെ സെൻസറിലോട്ട് ലൈറ്റ് എത്തുന്നത് മാത്രമല്ല, നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന മൂവ്മെൻറ്റ്, ആ ഒരു മോഷൻ നമ്മുടെ ക്യാമറ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, നമ്മളിനി ഷട്ടർ സ്പീഡ് ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടർ തുറന്നടയുന്ന സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്കൊരു കറണ്ട് മൊമെൻറ്റ് നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ, ഒരു ക്യാൻഡിഡായിട്ട് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഹയർ ഷട്ടർ സ്പീഡിൽ വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ലോവർ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിന് മോഷൻ വരുമെന്ന് മാത്രമല്ല, ക്യാമറയിൽ വരുന്ന ചെറിയ ഷേക്ക് പോലും നമ്മുടെ ഫോട്ടോനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫോട്ടോ നമുക്ക് മോശമായിട്ട് പോകും. നമ്മുടെ ഫോട്ടോ തീരെ ഷാർപ്പ് അല്ലാതെ ബ്ലറി ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ലോവർ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ നമ്മളെപ്പോഴും സ്റ്റഡി ആണെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഹയർ ആയിട്ടുള്ള ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഷട്ടർ തുറന്നടയുന്ന സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയിൽ വരുന്ന ഷേക്കുകളൊന്നും നമ്മുടെ ഫോട്ടോനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹൈ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഷട്ടർ സ്പീഡ് നമ്മുടെ മോഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫയലിൽ ഓരോ ഫോട്ടോ എടുക്കാനും ഏറ്റവും നല്ല ഷട്ടർ സ്പീഡ് ഏതാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബ്രീഫായിട്ട് അതൊന്ന് പറഞ്ഞുതരാം. നമ്മളൊരു 1/4000 അല്ലെങ്കിൽ ഹയസ്റ്റ് ഷട്ടർ സ്പീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡേ ലൈറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഹൈ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി,
പിന്നെ സ്പോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് 1/4000 എന്ന് പറയുന്ന ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് താഴെ വരുന്ന 1/2000 എന്ന് പറയുന്നത് ഏറ്റവും മുന്നിൽ നമുക്ക് സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് 1/2000 എന്ന് പറയുന്ന ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി വരുന്ന 1/1000 എന്ന് പറയുമ്പോൾ നമ്മൾ റേസ്, എക്സ്ട്രീം ആയിട്ടുള്ള സ്പോർട്സ് അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്ക് 1/1000 എന്ന് പറയുന്ന ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് എടുക്കാം. ഇനി 1/500 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ലോ ആയിട്ടുള്ള സ്പോർട്സ്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട്, നമ്മുടെ ഫാമിലി മൊമെൻറ്റ്സ് അങ്ങനത്തെ പരിപാടികൾക്ക് നമുക്ക് 1/500 എന്ന് പറയുന്ന ഒരു ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യാം. ഇനി വരുന്ന 1/250 എന്ന് പറയുന്നതാണ് ഏറ്റവും കാഷ്വൽ ആയിട്ട് ജനറലി നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഷട്ടർ സ്പീഡ്. ഇനി 1/25 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലല്ല, നമുക്ക് കുറച്ച് മോഷൻ കൊടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് 1/125 എന്ന് പറയുന്ന ആ ഒരു ഷട്ടർ സ്പീഡ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. അതിന് താഴെ നമുക്ക് 1/60 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാനിങ് ഫോട്ടോഗ്രാഫി, മൂവിങ് ആയിട്ടുള്ള വെഹിക്കിൾസ്, ആ ഒരു മോഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് 1/60. അതുപോലെ തന്നെ കുറച്ചും കൂടി സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റുകളുടെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് 1/30 വരെയുള്ള ഷട്ടർ സ്പീഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിന് താഴോട്ട് പോകുമ്പോൾ നമുക്ക് 1/50 എന്ന് പറയുന്ന റേഞ്ചൊക്കെ ആവുമ്പോൾ നമുക്ക് ഒന്നും കൂടി ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ സ്ലോവർ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോയിലോട്ട് വരുന്ന ലൈറ്റും കൂടും. അപ്പോൾ നമ്മൾ രാത്രി അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ലോവർ ഷട്ടർ സ്പീഡ് വാല്യൂ, അതായത് 1/50 എന്ന് പറയുന്ന റേഞ്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് താഴെ 1/8 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി, നമ്മുടെ വാട്ടർ ഫോളോ അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള നമ്മുടെ വെള്ളമോ സ്കൈയോ അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് 1/8 എന്ന് പറയുന്ന ആ ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് താഴോട്ട് പോകുന്ന വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലൈറ്റ് പെയിൻറ്റിങ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ട്രെയിൽസ്, നമ്മുടെ മൂവിങ് വെഹിക്കിൾസിൻ്റെ ആ ഒരു ലൈറ്റ് ട്രെയിൽസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് അതിന് താഴോട്ടുള്ള ഷട്ടർ സ്പീഡ് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബൾബ് മോഡ് എന്ന് പറഞ്ഞ വേറൊരു വാല്യൂ കൂടി എടുക്കുന്നുണ്ട്. ബൾബ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷട്ടർ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു പ്രാവശ്യം കൊണ്ട് നമ്മൾ ഷട്ടർ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷട്ടർ അടയുന്നുള്ളൂ. അത്രയും നേരം നമ്മൾ ഷട്ടർ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റ് പെയിൻറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ട് നമുക്ക് ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബൾബ് മോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഏത് ഷട്ടർ സ്പീഡാണ് വേണ്ടതെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ സഹിതമായിട്ട് ഞാനൊരു സംഭവം, ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതുവഴി ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മളിനി ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല ഷട്ടർ സ്പീഡ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനാണ്. അതായത് നമ്മൾ പലപ്പോഴും സ്ലോവർ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ ചെറിയ ചെറിയ ഷെയ്ക്കുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഷട്ടർ സ്പീഡ് ഏതാണെന്നാണ് നമ്മൾ ഇനി ഡിറ്റർമൈൻ ആയിട്ട് പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഒരു 16mm ഫോക്കൽ ലെങ്ത് വരുന്ന ഒരു ലെൻസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 16x2 32 അല്ലെങ്കിൽ നമ്മുടെ 30 ആയിരിക്കണം, 1/30 ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. അപ്പോൾ 1/30 എടുക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് ഷേക്ക് ഒന്നും നമ്മുടെ ഫോട്ടോനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് വഴി നമ്മൾ ഹാൻഡ് ഷേക്സ് ഇല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഷട്ടർ സ്പീഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു 50mm ലെൻസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 50x2 100, അപ്പോൾ നമുക്ക് 1/100 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഷട്ടർ സ്പീഡ്. എന്തിന്? നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഷേക്ക് വരാത്ത നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് കിട്ടുന്നതിന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ്ലി ഷാർപ്പായിട്ടുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഞാൻ പരമാവധി ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോട്ടോഗ്രാഫിയിലോട്ട് കടന്നു വരുന്ന കൂട്ടുകാർക്ക് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഫാക്ടർ മാത്രമാണ്. നമുക്കിനി അപ്പർച്ചർ, ISO അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നതിലും അപ്പർച്ചറിനെ പറ്റിയിട്ടായിരിക്കും. എന്താണ് അപ്പർച്ചർ, എങ്ങനെയാണ് അപ്പർച്ചർ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നമുക്ക് പറയാം. ഞാൻ എല്ലാവർക്കും എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.